അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ ഭരണഘടനയുടെ സൈലൻറ്റ് ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും എക്സ്പ്ലനേഷനുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യൻ പോളിറ്റി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സുപ്രീം? ഇന്ത്യൻ ഭരണത്തിൽ, ഇന്ത്യയുടെ ഈ ഭരണക്രമത്തിൽ ഏറ്റവും സുപ്രധാനമായ പവർ ആർക്കാണുള്ളത്? സുപ്രീമായിട്ട്, ഏറ്റവും പരമോന്നതമായിട്ട് ഉള്ളത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദ്യം. ദ സുപ്രീം കോർട്ട് ഉണ്ട്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ പാർലമെൻറ്റ്, റിലീജിയൻ. സുപ്രീം കോർട്ടാണോ, അതല്ല ഭരണഘടനയാണോ, പാർലമെൻറ്റാണോ, മതമാണോ, ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്, പരമോന്നതമായി കണക്കാക്കപ്പെടുന്നത്? ഇതിലേതാണ്? എല്ലാവർക്കും അറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്. അതിന് കീഴെയാണ് ബാക്കി എന്തുമുള്ളത്. സുപ്രീം കോർട്ടാണെങ്കിൽ ആ സുപ്രീം കോർട്ട് വിധികൾ പുറപ്പെടുവിപ്പിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഓരോ ആക്റ്റുകളനുസരിച്ചാണ്. അതുപോലെ തന്നെ പാർലമെൻ്റ് ആണെങ്കിലും അത് കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായിക്കൊണ്ട് മാത്രമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. മതം എല്ലാ മതത്തിനും തുല്യ പരിഗണനയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഏതെങ്കിലും ഒരു മതത്തിന് ഒരു മേൽക്കോയ്മ അത് നമ്മൾ രാജ്യത്ത് പറയാനില്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ സുപ്രീം ലോ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സുപ്രധാനമായ പരമോന്നതമായ നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. ദ പാർലമെൻറ്റ് കനോട്ട് ഓവർറൈഡ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനെ മറികടക്കാൻ, അതിനെ തകർക്കാൻ ഒരിക്കലും പാർലമെൻറ്റിന് അധികാരമില്ല. The Supreme Court delivers its order based on the articles of the Constitution. കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഓരോ ആർട്ടിക്കിളുകൾ ബേസ് ചെയ്തുകൊണ്ട് അതനുസരിച്ച് മാത്രമാണ് സുപ്രീം കോർട്ടിന് വരെ വിധികൾ പുറപ്പെടുവിക്കാനുള്ള, ഓർഡറുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. ഓൾസോ റിലീജിയൻ cannot be supreme in Indian polity. ഇന്ത്യൻ ഭരണക്രമത്തിൽ മതത്തിനും പ്രാധാന്യമില്ല. ആസ് വി ആർ ആസ് സെക്യുലർ കൺട്രി. കാരണം നമ്മളെല്ലാവരും ഒരു മതേതര രാജ്യത്ത് ജനങ്ങളായതുകൊണ്ട് വേർ ഓൾ റിലിജിയൻസ് ആർ ഈക്വൽ. എങ്ങനെയുള്ള മതേതര രാജ്യമാണ്? ഇവിടെ എല്ലാ മതങ്ങളും തുല്യമാണ്. അങ്ങനെയുള്ള ഒരു മതേതര രാജ്യത്താണുള്ളത്. അതുകൊണ്ട് മതത്തിനും ഒരു സുപ്രീം പവർ ഇല്ല. അപ്പോൾ ഏറ്റവും സുപ്രീം പവർ ഉള്ളത് അത് നമ്മുടെ ഭരണഘടനയ്ക്കാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഡാഷ്. ഇന്ത്യൻ ഭരണഘടന അത് റിജിഡ് ആണോ, ഫ്ലെക്സിബിൾ ആണോ, വെരി റിജിഡ് ആണോ, അല്ല പാർട്ട്ലി റിജിഡ്, പാർട്ട്ലി ഫ്ലെക്സിബിൾ? റിജിഡ് എന്ന് പറഞ്ഞാൽ കർക്കശ സ്വഭാവമുള്ളതിനാണ് റിജിഡ് എന്നറിയാം. ഒരിക്കലും മാറ്റാൻ പറ്റാത്ത കോലത്തിൽ ഉള്ള ഒരു നിയമസംഹിതയാണ് റിജിഡ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലും മാറ്റം വരുത്താൻ പറ്റുന്ന, എങ്ങനെയും വളച്ചും തിരിച്ചുമൊക്കെ മാറ്റം വരുത്താനും തിരുത്താനും ഒക്കെ പറ്റുന്ന ഒരു നിയമങ്ങൾക്കാണ് അത് ഫ്ലെക്സിബിൾ എന്ന് പറയാം, നല്ല അയവുള്ളതെന്ന് പറയാം. ഇനി വെരി റിജിഡ് എന്നാൽ വളരെ റിജിഡായിട്ട് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത, ഒരു തരിമ്പ് പോലും എന്തില്ല, ഒരു മാർഗം ഇത് മാറ്റി വരുത്താനോ ചേഞ്ച് വരുത്താനോ ഇല്ലാത്ത രൂപത്തിലുള്ളതിലാണ് വെരി റിജിഡ് അറിയാം. പാർട്ട്ലി റിജിഡ്, പാർട്ട്ലി ഫ്ലെക്സിബിൾ. അത് റിജിഡുമാണ് ഫ്ലെക്സിബിളാണ്, രണ്ടിൻ്റെയും ഒരു അംശങ്ങളുള്ളതിനാണ്. ഭാഗികമായിട്ട് അത് റിജിഡാണ്, നല്ല ഭാഗികമായിട്ട് ഫ്ലെക്സിബിളാണെന്ന് അറിയാം. ഇതിലേത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് അറിയാമായിരിക്കും. ആൻസർ പാർട്ട്ലി റിജിഡ് ആൻഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന അത് മുഴുവനായിട്ടും തീർത്തും അത് റിജിഡാണ് എന്നോ എല്ലാം തീർത്തും അത് ഫ്ലെക്സിബിൾ ആണെന്നോ പറയാൻ ഒരിക്കലും കഴിയുകയില്ല. മറിച്ച് രണ്ടിൻ്റെയും ഒരു ചായ്വ് ഈ ഭരണഘടനയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ദോസ് വിച്ച് റിക്വയർ എ സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ ദ അമെൻമെൻറ്റ്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകമായ രീതിയിൽ മാത്രം അമെൻഡ് ചെയ്യാൻ പറ്റുന്ന, വേറൊരു രീതിക്കും പറ്റില്ല. ഒരു പ്രത്യേകമായ രീതിയുണ്ട്, ആ രീതിക്കല്ലാതെ വേറൊരു രീതിയിലും അതിനെ മാറ്റത്തിരുത്തൽ വരുത്താനോ ഭേദഗതി വരുത്താനോ കഴിയാത്ത അത്രയും കർക്കശ സ്വഭാവമുള്ള ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. It is above the ordinary law and can be changed by specific procedure which is different from the procedure of ordinary law, thus making it difficult to change. It is above the ഓർഡിനറി ലോ, അത് സാധാരണ നിയമത്തിന് അപ്പുറമാണ് ഉണ്ടാവുക. ആൻഡ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ സ്പെസിഫിക് പ്രൊസീജിയർ, ഒരു പ്രത്യേകമായ ഒരു രീതിയിൽ മാത്രമേ അത് അമെൻഡ് വരുത്താൻ കഴിയുകയുള്ളൂ. വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ പ്രൊസീജിയർ ഓഫ് ഓർഡിനറി ലോ. സാധാരണ നിയമങ്ങൾക്ക് മാറ്റം വരുത്താനുള്ള നടപടിക്രമങ്ങൾ എന്താണോ അതിനപ്പുറമുള്ള മറ്റ് ഒരു പ്രത്യേകമായ രീതി ഉണ്ടാകും. ആ രീതിക്ക് മാത്രമേ അത് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദിസ് മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച്. ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ ഒരു സ്ട്രിക്റ്റ് ആയിരിക്കും. ഓക്കെ,
എന്നാൽ ഇൻ എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, നേരെ മറിച്ച് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓർഡിനറി ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. സാധാരണ നിയമങ്ങൾക്കും ഭരണഘടനാപരമായ ഈ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭരണഘടന ഉണ്ടല്ലോ, ആ ഭരണഘടനയുടെ നിയമങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. സാധാരണ നിയമങ്ങളൊക്കെ എങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ പറ്റുന്നു അതുപോലൊക്കെ എന്ത് ചെയ്യും, ഇത് മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി അമെൻഡഡ് ഓർ മോഡിഫൈഡ് ബൈ ഓർഡിനറി ലോ. സാധാരണ നിയമങ്ങളെ കൊണ്ടൊക്കെ ഈ പറയപ്പെട്ട ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനുള്ള നിയമങ്ങളെ മാറ്റം വരുത്താൻ കഴിയും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഹാവിങ് എലമെൻറ്റ്സ് ഓഫ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആസ് വെൽ ആസ് എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ അതിൽ ഈ റിജിഡിൻ്റെയും ഫ്ലെക്സിബിളിൻ്റെയും രണ്ടിൻ്റെയും അംശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഹെൻസ് ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. പാർട്ട്ലി റിജിഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന ഈ നാലാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഹൂ കോൾഡ് ഇന്ത്യൻ ഫെഡറലിസം ആസ് ദ കോപ്പറേറ്റീവ് ഫെഡറലിസം? ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ച് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിളിച്ചത് ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ജി ഓസ്റ്റിൻ ഉണ്ട്, കെ സി വിയർ ഉണ്ട്, സർ ഐവർ ജെന്നിങ്സ്, ഡി ബാസു. ഇതിൽ ആരാണ് ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ച് കോപ്പറേറ്റീവ് ഫെഡറലിസം, ഒരു സഹകരണ മനോഭാവമുള്ള ഫെഡറലിസം എന്ന് പേരിട്ട് വിളിച്ചത് ആരാണ്? ഉത്തരം ജി ഓസ്റ്റിൻ ആണ്. ഗ്രാനവിൽ ഓസ്റ്റിൻ ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ദ ഫെഡറൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഓഫ് ഇറ്റ്സ് സാലന്റ് ഫീച്ചർ, ബട്ട് ദ ടേം ഫെഡറേഷൻ ഈസ് നോവെയർ ബീൻ മെൻഷൻഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ഫെഡറൽ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആ ഫെഡറൽ സ്വഭാവം എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ഇറ്റ്സ് സാലിയൻ ഫീച്ചേഴ്സ്, ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണ് ഈ ഒരു ഫെഡറൽ ഫീച്ചർ എന്ന് പറയുന്നത്. ബട്ട് ദ ടേം ഫെഡറേഷൻ ഈസ് നോവെയർ ബീൻ മെൻഷൻഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഫെഡറേഷൻ എന്ന വാക്ക് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും കാണാൻ കഴിയുകയില്ല. എന്നിരുന്നാലും ഹൗവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് പ്രൊവൈഡഡ് ഫോർ എ സ്ട്രക്ചർ ഓഫ് ഗവേണൻസ് വിച്ച് ഈസ് ട്രൂലി ഫെഡറൽ ഇൻ നേച്ചർ. അതേസമയം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേകമായ ഒരു ഫെഡറൽ സിസ്റ്റത്തെ പോലെയുള്ള സ്വഭാവത്തിലൊക്കെ ഫെഡറൽ സംവിധാനത്തെ പോലെയുള്ള ഒരു ഭരണക്രമമാണ് നമുക്ക് നൽകുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഫെഡറലിസം ഇൻ വിച്ച് നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇൻറ്ററാക്ട് കോപ്പറേറ്റീവ്ലി ആൻഡ് കളക്റ്റീവ്ലി ടു സോൾവ് കോമൺ പ്രോബ്ലംസ്. എന്താണ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? അവിടെ കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവട്ടെ, മറ്റുള്ള ലോക്കൽ ഗവൺമെൻറ്റുകളാവട്ടെ, എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു. ഈ ഒരു രീതിയിലുള്ള ഭരണക്രമത്തിനാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാർബിൾ കേക്ക് ഫെഡറലിസം എന്നും ഇതിന് പേരുണ്ട്. ഗ്രാനവിൽ ഓസ്റ്റിൻ വാസ് ദ പേഴ്സൺ ഹു കോൾഡ് ഇന്ത്യൻ ഫെഡറലിസം ആസ് ദ കോപ്പറേറ്റീവ് ഫെഡറലിസം. ഗ്രാനവിൽ ഓസ്റ്റിൻ ആണ് ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ച് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ദർ ആർ പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു എൻഷുവർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഡാഷ്. ദർ ആർ പ്രൊവിഷൻസ്, ഒരുപാട് വകുപ്പുകളുണ്ട്, പ്രൊവിഷൻസ് ഉണ്ട് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ. എന്തിനു വേണ്ടി? ടു എൻഷുവർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഡാഷ്, ഇന്ന കാര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഉറപ്പ് നൽകുന്ന ധാരാളം പ്രൊവിഷൻസ് ഭരണഘടനയിൽ ഉണ്ട്. അപ്പോൾ ഏത് സ്ഥാപനത്തിൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന പ്രൊവിഷൻസാണ് ഭരണഘടനയിലുള്ളത്? പാർലമെൻറ്റിൻ്റെതാണോ, ജുഡീഷ്യറിയുടേതാണോ, സിറ്റിസൻസിൻ്റെതാണോ, നൺ ഓഫ് ദീസ്? ഇതിലേതാണ് ശരിയായ ഉത്തരം? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെ എന്താണ്? സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ്. അപ്പോൾ ജുഡീഷ്യറിയാണ് ഇവിടെ ശരിയായ ഉത്തരം. ദർ ആർ പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു എൻഷുവർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ധാരാളം പ്രൊവിഷൻസ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. എന്തിനു വേണ്ടിയുള്ള പ്രൊവിഷൻസ്? ടു എൻഷുവർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ഉറപ്പ് നൽകുന്ന ധാരാളം പ്രൊവിഷൻസ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഇൻ ജുഡീഷ്യറി എൻഷുവേഴ്സ് ദാറ്റ് നോ ഇൻഫ്ലുവൻസ് ഓർ ഇൻ്റർഫറൻസ് ഫ്രം ദ ഗവൺമെൻറ് ഓർ ദ പാർട്ടി ഇൻ പവർ. ഭരിക്കുന്ന പാർട്ടിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ ഒന്നും സ്വാധീനങ്ങളോ ഇടപെടലുകളോ ഇല്ലാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥാപനമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. മോറോവർ ദ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, മാത്രമല്ല നമ്മുടെ സുപ്രീം കോർട്ടിലെ ജഡ്ജികൾ എന്ന് പറയുന്നത് ആൻഡ് ദ ഹൈ കോർട്ട്സ്, അതുപോലെ തന്നെ ഹൈക്കോർട്ടിലെയും ജഡ്ജിമാർ ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആസ് പെർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രസിഡൻ്റാണ് അവരൊക്കെ നാമനിർദ്ദേശം ചെയ്യുന്നത്. അവരൊക്കെ കോർട്ടിലുള്ള ജഡ്ജിയായിട്ടൊക്കെ നിയമിക്കുന്നത് അത് പ്രസിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പാർട്ടിയുടെയോ
ഭരിക്കുന്ന പാർട്ടിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ആണെങ്കിലും യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരു സ്ഥാപനമായിരിക്കണം ജുഡീഷ്യറി. എന്നാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ യഥാർത്ഥ രൂപത്തിൽ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അവസാനത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് എൻജോയ്സ് എ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്? താഴെ തന്നിരിക്കുന്ന 4 രാജ്യങ്ങളുണ്ട്. ചൈന, USA, ക്യൂബ, ബെൽജിയം. ഇതിൽ ഏത് രാജ്യമാണ് ഒരു ഫെഡറൽ ഫോമായിട്ടുള്ള പ്രവർത്തിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്? ഇതിലേതാണ്? എല്ലാവർക്കും അറിയാം, USA ആണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യം ഈ ഓപ്ഷനിലുള്ളത്. എ ഫെഡറൽ ഗവൺമെൻറ് ഈസ് എ സിസ്റ്റം ഓഫ് ഡിവൈഡിങ് എ പവർ ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേകമായ സിസ്റ്റമാണ്. അവിടെ അധികാരം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ടാവും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും ഉണ്ടാവും. ഈ രൂപത്തിൽ അധികാരം വികേന്ദ്രീകരണം നടത്തുന്ന ഒരു ഭരണ സംവിധാനത്തിനാണ് ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയാം. ദാറ്റ് ആർ കണക്റ്റഡ് ടു വൺ അനദർ ബൈ ദ നാഷണൽ ഗവൺമെൻറ്. ഈ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റിനോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. എന്നാലോ അവർക്ക് എല്ലാവർക്കും ഉണ്ട് പ്രത്യേകമായ ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. ഈ രൂപത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഫെഡറൽ ഗവൺമെൻറ്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് USA ഈസ് ട്രൂലി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ USA ആണ് ഇത്തരത്തിലുള്ള ഒരു ഫെഡറൽ സിസ്റ്റവുമായി മുന്നോട്ട് പോകുന്ന രാജ്യമെന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.